വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ആണ് കേട്ടോ നോക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതുവരെ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഏത് ഭാഗത്തു നിന്നാണെന്ന് നമുക്ക് വന്നേ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ SCERT ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും പി എസ് സി ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. തന്നിരിക്കുന്നവയിൽ ഏത് പതനകോണിൽ പതിക്കുമ്പോഴാണ് പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫിസിക്സിനെ മാത്രമായിട്ട് നമുക്ക് ചെയ്യാട്ടോ ഒരു ദിവസം. അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ കാണുമ്പോൾ അറിയാം. അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പി എസ് സി ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. തന്നിരിക്കുന്നതിൽ ഏത് പതനകോണിലാണ്? നമ്മൾ ഓപ്ഷൻസ് കുറച്ച് പതനകോണൊക്കെ തന്നിട്ടുണ്ട്. അതിലെ ഏത് പതനകോണിലായിരിക്കും പ്രകാശത്തിന് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനായിരിക്കും അറിയോ? നോക്കിയോക്കേ, ഏതൊക്കെയാണ്? 40, 49, 38, 42 എന്നീ ഡിഗ്രി കോണളവുകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? ആൻസർ വരുന്നത് 49 ആണ്. 49 വരുന്നത്. 42 എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ കോൺ നമുക്ക് തന്നിട്ടുണ്ട്. ഗ്ലാസ്സിന് 42 ഡിഗ്രിയാണ്. 42 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന പതനകോണാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. 42 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന പതനകോണിൽ പ്രകാശം പതിക്കുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക. പഠിച്ചു വയ്ക്കുക കേട്ടോ. ആ ഒരു പോയിന്റ് മാത്രം പഠിച്ചു വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാക്കാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസത്തെയാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലായാൽ ആ രശ്മി അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസത്തെയാണ് പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണാന്തര പ്രതിപതനത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എന്താണ് പറയുന്നത്? ക്രിറ്റിക്കൽ കോണിനേക്കാളും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിലാണ് അവിടെ പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുക എന്ന് പറഞ്ഞു. നമ്മൾക്ക് ഗ്ലാസിൻ്റെ ക്രിറ്റിക്കൽ കോൺ 42 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. പൂർണ്ണാന്തര പ്രതിപതനം സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും? 42 ഡിഗ്രിനേക്കാളും മുകളിലുള്ള കോണായിരിക്കും അല്ലേ? 42 ഡിഗ്രിനേക്കാളും മുകളിലുള്ള കോണിനാണ് എന്ത് സംഭവിക്കുന്നത്? പൂർണ്ണാന്തര പ്രതിപതനം സംഭവിക്കുന്നത്. നെക്സ്റ്റ്, ചലന സമവാക്യങ്ങളുടെ ഭാഗത്തു നിന്നും പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ 9ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിലെ SCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 1, 2, 3 ഒരു 6 ചാപ്റ്ററുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതിലൊക്കെ കറക്റ്റ് ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലന സമവാക്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാണ്? ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V = U + AT. V = U + ET. U + AT. അപ്പോൾ V എന്ന് വെച്ചാൽ എന്താണ്? V എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് RRB എക്സാമിന് വരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന്. V എന്ന് വെച്ചാൽ എന്താണ്? അന്ത്യപ്രവേഗമാണ്. V എന്ന് വെച്ചാൽ എന്താണ്? അന്ത്യപ്രവേഗമാണ് V എന്ന് പറയുന്നത്. U എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ആദ്യ പ്രവേഗമാണ് U എന്ന് പറയുന്നത്. A എന്ന് വെച്ചാൽ എന്താണ്? A എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ. A എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ആണ് A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ T എന്ന് വെച്ചാൽ എന്താണ്? ടൈമിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V = U + AT. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് S = UT + ½ AT². S = UT + ½ AT² എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V² = U² + 2AS. V² = U² + 2AS. അപ്പോൾ ഈ ഒരു 3 ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. V = U + AT. S = UT + ½ AT². V² = U² + 2AS. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റ് U എന്താണ് V എന്താണെന്നൊക്കെ കറക്റ്റ് പഠിച്ചു വയ്ക്കുക. കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു V എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ U എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ U എന്ന് വെച്ചാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്. U എന്ന് വെച്ചാൽ എന്താണ്? ആദ്യ പ്രവേഗമാണ്. V
എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി ആണ്, അന്ത്യപ്രവേഗമാണ്. എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്, ടി എന്ന് വെച്ചാൽ ടൈം ആണ് എന്നും പഠിച്ചു വയ്ക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിശ്ചലാവസ്ഥയിൽ നിന്നും പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ/സെക്കൻഡുമായി ഈ സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്ഥാനാന്തരം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാന്തരം കാണുന്നതിനുള്ള ഇക്വേഷൻ എസ് നമ്മൾ പറഞ്ഞില്ല അല്ലെ? സ്ഥാനാന്തരം ഉണ്ട് നമ്മുടെ ഇക്വേഷനിൽ. എസ് എന്ന് പറയുന്നത് സ്ഥാനാന്തരമാണ്. അപ്പോൾ എസ് കാണാനുള്ള ഇക്വേഷൻ ആദ്യം തന്നെ നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്കിവിടെ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡ് സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 സെക്കൻഡ്, നമുക്ക് ഒരു ടൈം തന്നിട്ടുണ്ട് അല്ലേ? 2 ടൈം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടൈം ആദ്യം തന്നെ എഴുതാം. T1 ഇസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നോക്കിയേ, 20 മീറ്റർ/സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 20 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വസ്തുവിൻ്റെ പ്രവേഗം 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡ് സഞ്ചരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നാണ് പുറപ്പെട്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ആദ്യത്തെ പ്രവേഗമാണെന്ന് മനസ്സിലായി, അതായത് യു ആണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ യു എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡ് ആണ്. നമ്മൾ ടൈം പറഞ്ഞു, T1 എന്ന് പറയുന്നത് 2 സെക്കൻഡാന്ന് പറഞ്ഞു. രണ്ടാമത്തെ സമയം എന്താണ്? 6 സെക്കൻഡ് കൊണ്ടാണ്. അപ്പോൾ T2 എന്ന് പറയുന്നത് 6 സെക്കൻഡ് കൊണ്ടാണെന്ന് കിട്ടി. 40 മീറ്റർ/സെക്കൻഡായി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 40 മീറ്റർ/സെക്കൻഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടല്ലോ, ആ അവസാന പ്രവേഗമാണല്ലോ വരുന്നത്. അത്തി എന്ന് പറയുന്നുണ്ട് അല്ലേ? അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? 40 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് V is equal to 40 മീറ്റർ/സെക്കൻഡ് ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ യുവും കിട്ടി, വിയും കിട്ടി, അതുപോലെ തന്നെ ടൈമും കിട്ടി അല്ലേ? ടൈം നമുക്ക് 2 സമയം തന്നിട്ടുള്ള കാരണം നമുക്കത് രണ്ടും കൂടെ മൈനസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് T2 മൈനസ് T1 ചെയ്യുമ്പോൾ 6ൽ നിന്നും 2 കുറച്ച് എത്ര കിട്ടും? 4 സെക്കൻഡ് എന്നും കിട്ടും. അപ്പോൾ നമുക്ക് സമയവും കിട്ടി. അപ്പോൾ യു കിട്ടി, വി കിട്ടി, ടി കിട്ടി. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? യു എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ടല്ലോ. 20 ഇൻറ്റു നമുക്ക് ടി എന്ന് പറയുന്നത് എത്രയാണ്? 4 സെക്കൻഡാണ് കിട്ടി. പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? ഹാഫ് എ തന്നിട്ടുണ്ടോ? എ നമുക്ക് തന്നിട്ടില്ല. ടി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് എ കിട്ടിയിട്ടില്ല അല്ലെ? എ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല, അതായത് ആക്സിലറേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അറിയണം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള സമവാക്യങ്ങൾ 3 നോക്കി നോക്കാം. 3 ഏതൊക്കെയാണ്? V is equal to u plus a t എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. S is equal to ut plus half a t സ്ക്വയർ ആണ്. V സ്ക്വയർ is equal to u സ്ക്വയർ പ്ലസ് 2as ആണ്. അപ്പോൾ ഇതിൽ എളുപ്പമുള്ള ഇക്വേഷൻ എന്നതാണ് വിയും യു ഉള്ളത്. ഇതിലാണ് V is equal to u plus a t ആണ്. അപ്പോൾ നമുക്ക് വിയും യുവും ടി ഒക്കെ നമുക്കറിയാം, എ മാത്രമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം? ആക്സിലറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ള ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ ആയോ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനാന്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ്. സ്ഥാനാന്തരത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? ഒരു സംഭവം മിസ്സിങ് ആണ് അല്ലേ? നമ്മൾ എല്ലാം ചെയ്ത് നോക്കി, പക്ഷേ അവിടെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ മിസ്സിങ് ആണ്. ഈ എ എന്ന് പറയുന്നത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 2 ഇക്വേഷൻ നോക്കേണ്ടതായിട്ട് വരും. ഈ എ നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ എ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? V is equal to u plus a t എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നമ്മൾ തന്നിട്ടുള്ള വാല്യൂസൊക്കെ ഇട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് V is equal to u plus a t എന്ന് പറയുന്ന ഇക്വേഷനിലിട്ട് നോക്കാം. ഇതിൽ നമുക്ക് എ എങ്ങനെ കണ്ടുപിടിക്കാം? A is equal to v minus u by t എന്ന് വരും അല്ലേ? നമുക്കറിയാം v മൈനസ് യു എന്നുള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും അല്ലേ? v മൈനസ് യു, പിന്നെ എന്താണ്? a ഇൻറ്റു ടി എന്നല്ലേ? അപ്പോൾ നമുക്ക് ടി എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? ബൈ ടി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ A is equal to v മൈനസ് യു ബൈ ടി എന്ന് കിട്ടി. v എന്ന് പറയുന്നത് എന്താണ്? അന്ത്യപ്രവേഗമാണ്. V എന്ന് വെച്ചാൽ എന്താണ്? അന്ത്യപ്രവേഗമാണ്. V എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗമാണ്. അപ്പോൾ നമുക്ക് V എന്ന് പറയുന്നത് 40 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, മൈനസ് യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ/സെക്കൻഡ് ആണ്. ബൈ എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്. അപ്പോൾ 40 മൈനസ് 20 ബൈ 4 ഈക്വൽ എത്ര കിട്ടി? 5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 5 ആണ് നമുക്ക് കിട്ടി.
ത്വരണം എന്ന് പറയുന്നത് എത്ര കിട്ടി? 5 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് v=u+at ആണ്. v=u+at നിന്ന് നമുക്ക് a എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ v-u/t ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കിട്ടും. അതിൽ നിന്ന് നമുക്ക് 5 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ത്വരണം എന്ന് പറയുന്നത് 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സ്ഥാനാന്തരത്തിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. s=ut+12at² ആണ്. u എന്ന് വെച്ചാൽ എത്രയാണ്? 20 തന്നിട്ടുണ്ട്. 20 × 4 + 1/2 × 5 ആക്സിലറേഷൻ 5 × 4 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80 + 40 120 എന്നുള്ളത് കിട്ടും അല്ലേ? ക്ലിയർ ആയല്ലോ. 20 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 20 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ് അല്ലേ? 80 പ്ലസ് ഇനി 1/2 × 5 × 4 അല്ലേ? 5 × 4 എത്രയാണ്? 20 ആണ്. അപ്പോൾ 20/2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 4² ആണല്ലേ? 4² ആണ് ഇവിടെ നോക്കട്ടെ. അവിടെ നമുക്ക് പെട്ടെന്ന് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. 4² ആണ് കേട്ടോ. t² ആണ്. അപ്പോൾ നമുക്ക് 4 × square 16 അല്ലേ? അപ്പോൾ 5 × 16 അത് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 40 മീറ്റർ എന്നുള്ളത് കിട്ടും. അങ്ങനെ 80 + 40 120 മീറ്റർ എന്നുള്ളത് കിട്ടി. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയണം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ/സെക്കൻഡും 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ/സെക്കൻഡും സഞ്ചരിച്ചെന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ഥാനാന്തരത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് s=ut+12at² ആണ്. അപ്പോൾ s=ut+12at² നമ്മൾ വാല്യൂസ് ഇട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെ a എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. അതായത് ത്വരണം എന്ന് പറയുന്നത് മിസ്സിംഗ് ആണ്. ത്വരണം കണ്ടുപിടിക്കുന്നതിനായിട്ട് വീണ്ടും നമ്മളൊരു ഇക്വേഷനിലേക്ക് പോവുകയാണ്. v=u+at എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം കണ്ടുപിടിച്ചോ. എന്നതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസൊക്കെ ഇട്ട് കൊടുക്കാം. അവിടെ നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരുന്നതാണ്, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അത് ഏത് ഇക്വേഷനാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റ് വാല്യൂസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ആ കൂടി ചെറിയൊരു ചേഞ്ച് തരുന്നത് ടൈം എന്ന് പറയുന്നത് 2 ടൈം ആയിട്ട് തന്നിരിക്കുന്നത്. ഒന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ടൈം കണ്ടുപിടിക്കണം. ബാക്കി നമുക്ക് അവിടെ ഒന്നും ചെയ്യണതായിട്ട് വരുന്നില്ല, ജസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്ത് നോക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനസ്സിലായെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ഒരു കാറിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 6 മീറ്റർ/സെക്കൻഡിൽ നിന്നും 16 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തുന്നുവെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. ഓക്കെ, ഇപ്പോൾ കാറിൻ്റെ ത്വരണം കാണുന്നതിനായിട്ട് നമുക്കറിയാം, ത്വരണം എന്ന് പറയുന്ന ഇക്വേഷൻ ഫസ്റ്റ് എല്ലാത്തിലും ആക്സിലറേഷൻ വരുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള വാല്യൂസ് നോക്കാം. 10 സെക്കൻഡ് കൊണ്ട്, അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ടൈം എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. t=10 എന്ന് കിട്ടിയല്ലോ. ഇനി 6 മീറ്റർ/സെക്കൻഡിൽ നിന്നാണ് 16 മീറ്റർ/സെക്കൻഡിലേക്ക് എത്തുന്നത്. അപ്പോൾ 6 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യ പ്രവേഗമായിരിക്കും അല്ലേ? u ആണ് 6 വരുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി ആണ് 6 എന്ന് പറയുന്നത്. ഇനി 16 മീറ്റർ/സെക്കൻഡിലേക്കാണ് എത്തുന്നത്. അപ്പോൾ 16 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമായിരിക്കും. അപ്പോൾ എത്രയാണ്? v=16 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് നോക്കി ടിയും യുവും വിയും ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? നോക്കി ആലോചിച്ച് നോക്കിയും എന്താണ്? v=u+at എന്ന് പറയുന്ന ഇക്വേഷനിലാണ് ഈ 3 സംഭവങ്ങൾ വരുന്നത്. vut എന്ന് പറയുന്നത് വരുന്നത്. അതുപോലെ തന്നെ ത്വരണം എന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷനൊക്കെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കണം. ആദ്യം തന്നെ ആ ഇക്വേഷൻസൊക്കെ കാണാപ്പാഠം പഠിക്കണം. അതിനുശേഷം മാത്രമാണ് നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എയും ടിയും യുവും വിയും വരുന്ന ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതേതാണ്? v=u+at എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നോക്കി u നമുക്ക് 6 മീറ്റർ/സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. v 16 ആണ് തന്നിട്ടുണ്ട്. t എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? a = v-u/t ആണ്. a = v-u/t ആണ്. a എന്ന് പറയുമ്പോൾ അപ്പോൾ v എന്ന് വെച്ചാൽ എത്രയാണ്? 16 ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? 16 - 6/10 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 10/10 അല്ലേ? 10/10 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ത്വരണം എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാറിനുണ്ടായ സ്ഥാനാന്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നേരത്തെ കണ്ട
ക്വസ്റ്റ്യൻ തന്നെയല്ലേ, നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ കണ്ടതിൽ നമുക്കൊന്ന് ആലോചിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇവർ തന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ത്വരണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് സ്ഥാനാന്തരം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്റ്റായിട്ട്. ഓക്കെ, സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്ഥാനാന്തരം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? S=UT + ½ ആണ്. നമുക്കറിയാം U എന്ന് പറയുന്നത് നമുക്കറിയാലോ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? 6 മീറ്റർ ആണ്. 6 ഇൻറ്റു ടൈം എത്രയാണ്? 10 ആണ്. 6 × 10 പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്ക് കണ്ടുപിടിച്ചു അല്ലേ. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 10² എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 60 + 60 പ്ലസ് 10² 100 അല്ലേ. 100/2 എത്രയാണ്? 50 ആണ്. അപ്പോൾ 60 + 50 = 110 മീറ്റർ എന്നും കിട്ടും. 110 മീറ്റർ എന്നും കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. S=UT + ½ ആണ്. U എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ 6 മീറ്റർ/സെക്കൻഡ് ആണ്. T എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ് ആണ്. ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് ത്വരണം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 1 എന്ന് പറയുന്നത്. അപ്പോൾ 1 × T² എന്ന് വെച്ചാൽ എത്രയാണ്? T എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് സമയം 10 തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ T² എത്രയാണ്? 100 ആണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 110 മീറ്റർ എന്ന് കിട്ടിയില്ലേ. 110 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ ത്വരണം കാണുന്നതിനുള്ള ഇക്വേഷൻ നമുക്ക് ആദ്യം തന്നെ അറിയണം. എന്താണ് ത്വരണം കാണുന്ന ഇക്വേഷൻ? ഏതാണ്? V=U + AT ആണ് അല്ലേ. V=U + AT ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് എന്ന് പറയുന്നത് അല്ലേ. T എന്ന് പറയുന്നത് എത്രയാണ്? 10 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ടൈം എപ്പോഴും സെക്കൻഡിലാണ് എഴുതുക. അപ്പോൾ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് ആയിരിക്കും? 600 സെക്കൻഡ് ആയിരിക്കും അല്ലേ. 600 സെക്കൻഡ് ആയിരിക്കും. 10 × 60 ചെയ്യുമ്പോൾ എത്രയാണ്? 600 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 600 സെക്കൻഡാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? 90 km/h ആയി എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. ഒരു ട്രെയിന് പുറപ്പെട്ടിട്ട് അത് 90 km/h റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 90 km/h ആയി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് ഫൈനൽ വെലോസിറ്റിയാണ്, അതായത് അന്ത്യപ്രവേഗമാണ് 90 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 90 എന്ന് വെച്ചാൽ V അല്ലേ. V= നമുക്ക് എത്ര കിട്ടി? 90 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ U അറിയില്ലല്ലോ. U എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഒരു ട്രെയിൻ പുറപ്പെടാണെന്നുണ്ടെങ്കിൽ അതിന് വെലോസിറ്റി ഉണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ. 0 ആയിരിക്കും. ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ U= നമുക്ക് 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ V=90 എന്ന് കിട്ടി. അതുപോലെ തന്നെ U=0 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതുവരെ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്വേഷനിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ A=V-U/T എന്ന് പറയുന്ന ഇക്വേഷനിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കൺവേർഷൻ കൂടെ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് km/h 90 km/h ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ശരാശരി വേഗത എന്ന് പറയുന്ന മാത്സിലെ ഇക്വേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം km/h മീറ്റർ/സെക്കൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ എത്ര ചെയ്യണം? 5/18 കൊണ്ട് ഗുണിക്കണം എന്നറിയാം അല്ലേ. 5/18 കൊണ്ട് ഗുണിക്കണം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ 5/18 ചെയ്താൽ മാത്രമാണ് നമുക്ക് മീറ്റർ/സെക്കൻഡ് ആൻസർ കിട്ടുള്ളൂ. നമുക്ക് മീറ്റർ/സെക്കൻഡിലാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 90 km/h എന്ത് ചെയ്യണം? 90 km/h മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 ഇൻറ്റു ചെയ്യണം. അപ്പോൾ 18 90 എത്രയാണ്? 5 അല്ലേ വരുന്നത്. ഓക്കെ, 18 90 5 5 × 5 എത്രയാണ്? 25. അപ്പോൾ 25 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? V എന്ന് പറയുന്നതും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ട് എന്നിട്ടൊക്കെയാണ് വന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് V=U + AT ആണ്. T എന്ന് പറയുന്നത് 10 മിനിറ്റ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെക്കൻഡിലാക്കി 60 × 60 ചെയ്തപ്പോൾ 600 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി V നോക്കിയപ്പോൾ 90 km/h നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം km/h മീറ്റർ/സെക്കൻഡ് ആക്കാനായിട്ട് ഇൻറ്റു 5/18 ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ 25 എന്നുള്ളത് കിട്ടി. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഒരു ട്രെയിൻ പുറപ്പെടാണെന്നുണ്ടെങ്കിൽ U= എപ്പോഴും 0 ആയിരിക്കും. ഒന്നും അവിടെ ചെയ്യുന്നില്ല അല്ലേ, പ്രവേഗം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ U= 0 ആണ്. നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ A=V-U/T എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ V എന്ന് എത്രയാണ് നമുക്ക് കിട്ടി? 25 ആണെന്നുള്ള കിട്ടിയിട്ടുണ്ട്. U എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 600 ചെയ്താൽ 600 T എന്ന് വെച്ചാൽ 600 ആണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1/24 1/24 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആയോ?
എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ഒരു ട്രെയിനിൻ്റെ പ്രവേഗം 10 മിനിറ്റ് കൊണ്ട് 90 km/h ആയി എങ്കിൽ ട്രെയിനിൻ്റെ ത്വരണം കണക്കാക്കുക. ത്വരണം കാണുന്നതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും E=U+AT എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയായിരിക്കും വരിക. അപ്പോൾ അതിൽ നമുക്ക് അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യത്തെ പ്രവേഗം നമുക്ക് ഇതിൽ തന്നിട്ടില്ല. നമുക്കറിയാം ഒരു ട്രെയിൻ പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെലോസിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ U= എത്രയാണ്? 0 ആണ് വരിക. ഫൈനൽ വെലോസിറ്റി V= എത്ര വരും? എത്രയാണ്? നമുക്ക് 90 km/h ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് യൂണിറ്റ് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. km/h m/s ആക്കാൻ × 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 10 മിനിറ്റ് നമുക്ക് സമയം തന്നിരിക്കുന്നത് എത്രയാണ്? 10 മിനിറ്റ് ആണ്. ഈ 10 മിനിറ്റിനെ നമുക്ക് m/s നമുക്ക് എപ്പോഴും നമ്മുടെ ഇത് ചെയ്താൽ. അപ്പോൾ സെക്കൻഡിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? × 60 ചെയ്തപ്പോൾ നമുക്ക് 600 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അത് നമുക്ക് കറക്റ്റ് ആ ഒരു നമ്മുടെ ഇക്വേഷനിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും 10 m/s² സമത്വരണത്തോടെ പതിക്കുന്ന വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രവേഗം 20 m/s ആണെങ്കിൽ വസ്തു എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്? എത്ര ഉയരത്തിൽ നിന്നാണ് പുറപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് നോക്കി നോക്കാം. നിശ്ചലാവസ്ഥയിൽ നിന്നും 10 m/s² സമത്വരണത്തോടെ പതിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ത്വരണം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 10 m/s ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് നിശ്ചലാവസ്ഥയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ U= നമുക്ക് 0 ആയിരിക്കും. ഇനി എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? U നമുക്ക് 0 എന്ന് കിട്ടി. A=10 ആണ് കിട്ടി. വസ്തു തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രവേഗം 20 m/s ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് തൊടുന്നതിന് തൊട്ട് പോകുന്ന വെച്ചാൽ എന്താണ്? അന്ത്യപ്രവേഗമാണ്. അപ്പോൾ V=10 m/s ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഇക്വേഷൻ നോക്കിയപ്പോൾ UAV എന്ന് പറയുന്ന ഇക്വേഷൻ വരാണ്. പിന്നെ പ്ലസ് എന്താണ്? നമുക്ക് ഉയരം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ S ആണ് ഉയരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് H എന്നും പറയാം. പക്ഷെ നമ്മുടെ ഇക്വേഷനിൽ എപ്പോഴും നമ്മൾ S എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ S നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തന്ന UAVS എന്ന് പറയുന്നത് വരുന്നത് ഏത് ഇക്വേഷനാണ്? മൂന്നാമത്തെ ഇക്വേഷനാണ് അല്ലേ? V² = U² plus 2AS എന്ന് പറയുന്ന ഇക്വേഷനാണ് വരിക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാണ്? V² എന്ന് പറയുന്നത് എത്രയാണ്? 20 m/s² ആണ്. U എന്ന് വെച്ചാൽ എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് വെച്ചാൽ 0 ആണ്. 2 × 2 +2 അല്ലേ? +2 2 × A എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 10 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമ്മൾ നോക്കിയേ 10 മീറ്റർ സമത്വരണമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. × S നമുക്ക് S കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ S അവിടെ വെച്ചാൽ മതി. S എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇട്ടാൽ മതി. അപ്പോൾ 20 നമ്മൾ സ്ക്വയർ ചെയ്തപ്പോൾ 400 എന്നുള്ളത് കിട്ടി. നമുക്ക് 0² നമുക്ക് അവിടെ വാല്യൂ വരുന്നില്ല. 2 × 10 2 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അപ്പോൾ 20 × S നമ്മൾ ചെയ്തു. അപ്പോൾ S എന്നുള്ളത് നമ്മൾ അവിടെ നിർത്തിയിട്ട് ബാക്കി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡഡ് കിട്ടും അല്ലേ? 400/20 = 20 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കുക ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. നമുക്കെല്ലാം കണക്ട് ചെയ്യുന്നത് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വസ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പുറപ്പെടാണ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണെന്ന് പഠിച്ചിരിക്കുക. നമുക്ക് കൂടുതലും ആക്സിലറേഷനൊക്കെ നമുക്ക് തന്ന് തരും എന്തായാലും. ഇനിയിപ്പോൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 9.8 അല്ലെങ്കിൽ 10 ഒക്കെ നമുക്ക് ഇട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഫുള്ളും നമുക്ക് കറക്റ്റായിട്ട് തരുന്നതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിൽ. പിന്നെ എന്താണ് ഇവിടെ ഫൈനൽ വെലോസിറ്റി നമുക്ക് നോക്കി. ഇതിൽ നോക്കിയപ്പോൾ നമുക്ക് ഏത് പ്രോബ്ലംസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ യൂണിറ്റ് നോക്കേണ്ടതായിട്ട് വരും. ഇവിടെ നമുക്ക് യൂണിറ്റിലെ പ്രശ്നമൊന്നും കാണുന്നില്ല. പക്ഷേ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ യൂണിറ്റിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ യൂണിറ്റും കൊണ്ട് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഈ 3 ഇക്വേഷൻസ് നല്ല വൃത്തിയിൽ പഠിച്ചു പോവുക. ഓരോ പ്രോബ്ലംസ് ഇട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ ചലിക്കുന്നു. ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരം എത്തിയെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം ഒന്നും കൂടി. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു കാർ സമത്വരണത്തോടെ ചലിക്കുന്നു. ഓക്കെ, ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ ദൂരമാണ് എത്തിയിട്ടുള്ളതെങ്കിൽ കാറിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് എടുത്ത് എഴുതാം. നിശ്ചലാവസ്ഥയിലുള്ളതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിശ്ചലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആദ്യ വെലോസിറ്റി U= എത്രയായിരിക്കും? U എത്രയായിരിക്കും? 0 ആയിരിക്കും. U= 0 ആണെന്ന് നമുക്കറിയാം.
പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ചലനം ആരംഭിച്ച് 20 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 20 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 20 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി 200 മീറ്റർ ദൂരം എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 200 മീറ്റർ ദൂരം എത്തി എന്ന് വെച്ചാൽ എന്താണ്? 200 മീറ്റർ ദൂരം എന്ന് വെച്ചാൽ എത്രയാണ്? എസ് അല്ലേ? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എസ് ആണെന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു 200 മീറ്റർ ആണ്. എസ് ഇസ് ഈക്വൽ ടു 200 മീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ് കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യു ടി എസും എയും തമ്മിൽ വരുന്ന ഒരേ ഒരു ഇക്വേഷനുള്ള ഇതാണ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കി നോക്കിയേ. യു എന്ന് പറയുന്നത് 0 ആണ്. ടൈം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ടൈം എന്ന് പറയുന്നത് 20 ആണ്. പ്ലസ് 20 പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ഹാഫ് ഇൻറ്റു ത്വരണം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എ ആണല്ലേ. നമുക്ക് എസ് എന്ന് പറയുന്നത് എത്രയാണ്? എസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ 200 ആണ്. അപ്പോൾ 200 ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു 20 പ്ലസ് ഹാഫ് എ നമുക്ക് തന്നിട്ടില്ല. ടി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 20 സ്ക്വയർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 400 എന്ന് കിട്ടും അല്ലേ? 400 എന്നുള്ളത് കിട്ടും. എന്നിട്ട് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചിടാട്ടോ. അപ്പോൾ നമുക്ക് എ ഇസ് ഈക്വൽ ടു എന്നു കിട്ടും. എ ഇസ് ഈക്വൽ ടു 200/200 എന്ന് കിട്ടും. 200/200 എന്നാണ് കിട്ടുക കേട്ടോ. 200/200 കിട്ടുമ്പോൾ നമുക്കിടെ ആൻസർ വരുന്ന പറയുന്നത് എ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ് കിട്ടുക. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 0 × 20 എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ വെട്ടിപ്പോകില്ലേ? കാരണം എന്താണ്? 0 × 20 എന്ന് വെച്ചാൽ എത്രയാണ്? 0 തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം വരുന്നില്ല. പിന്നെ ഹാഫ് എ ടി സ്ക്വയർ ആണ്. ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് 20 സ്ക്വയർ ആണ്. അപ്പോൾ 400 ആണ്. 400/2 ചെയ്യുമ്പോൾ എത്രയാണ്? 200 എന്നുള്ളത് കിട്ടിയില്ലേ? 400/2. ഇവിടെ നമുക്ക് ടി സ്ക്വയർ ഉണ്ടായി. ടി സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 400 ആണ്. ഇവിടെ 400 ഇൻറ്റു ഹാഫ് മാത്രമാണ് പിന്നെ അവിടെ നിൽക്കുന്നുള്ളൂ അല്ലേ? നോക്കി ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു 0 ഇൻറ്റു 20 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട ആവശ്യമില്ല. നമുക്ക് 0 എന്ന് പറയുന്നത് കട്ടായി പോയി. പിന്നെ ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് ടി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 400 ആണ്. എന്ന് വെച്ചാൽ 20 ആണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. അപ്പോൾ 400 ഇൻറ്റു ഹാഫ് മാത്രമാണ് വരുന്നത് അല്ലേ? എ അവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ 400 ഇൻറ്റു ഹാഫ് എന്നാണ് വന്നിരിക്കുന്നത്. അതായത് 200 അല്ലേ? പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എ ഇസ് ഈക്വൽ ടു അപ്പോൾ എത്ര കിട്ടും? 200/200 ഇസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശ്ചലാവസ്ഥയിൽ നിന്ന് നീങ്ങിത്തുടങ്ങുന്ന ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തോടെ സഞ്ചരിക്കുന്നു. 10 സെക്കൻഡ് കഴിയുമ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം എത്രയായിരിക്കും? എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിന്നും നീങ്ങി തുടങ്ങുന്ന ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം. അപ്പോൾ നമുക്ക് ത്വരണം എന്ന് പറയുന്നത് എത്രയാണ്? എ ആണല്ലേ? എ ഇസ് ഈക്വൽ ടു നമുക്ക് 2 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. എ ഇസ് ഈക്വൽ ടു 2 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10 സെക്കൻഡ് കഴിയുമ്പോൾ 10 സെക്കൻഡ് വെച്ച് എന്താണ്? അവിടെ ടി എന്ന് പറയുന്നത് 10 സെക്കൻഡാണ് നമുക്കറിയാം. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നിശ്ചലാവസ്ഥയിൽ നിന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു സി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കുമല്ലോ. യു സി ഈക്വൽ ടു 0 ആയിരിക്കും. എങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വസ്തുവിൻ്റെ പ്രവേഗമാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഫൈനൽ വെലോസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് മൂന്നും കണക്ട് ചെയ്ത് വരുന്നത് ഒരേ ഒരു ഇക്വേഷനുള്ളൂ. വി സി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് 0 ആണ്. 0 നമുക്ക് ആവശ്യം വരുന്നില്ല അല്ലേ? അവിടെ പ്ലസ് എ ഇൻറ്റു ടി ആണ് അല്ലേ? എ എന്ന് വെച്ചാൽ എത്രയാണ്? 2 ഇൻറ്റു 10 അല്ലേ? 2 ഇൻറ്റു 10 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 20 മീറ്റർ അല്ലേ? 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. അതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.